കഴിഞ്ഞ ദിവസം ഒരു മോന് തൻ്റെ മാമിയോട് ചോദിക്കുകയാണ്, മാമി ഇനി ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ കുട്ടികളും ഞങ്ങളോട് ഉപ്പല്ലാത്ത കുട്ടി എന്ന രീതിയിലല്ലേ സംസാരിക്കുക. എൻ്റെ ഉപ്പയല്ല മരിച്ചത്, എൻ്റെ ഉപ്പക്ക് എന്തായിരുന്നു അസുഖം, അയ്യോ ഓന് ഉപ്പല്ല കേട്ടോ. ഈ സംസാരങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കേണ്ടി വരൂലേ, എന്താ ഞങ്ങൾ അതിന് ചെയ്യുക എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഈ മാമി ഒരു നിമിഷം സ്തംഭിച്ചു പോയി. എന്താ മറുപടി പറയേണ്ടതെന്ന്. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മളിൽ നിന്ന് വേർപിടുമ്പോൾ നമ്മളെ അതുവരെ കണ്ടിരുന്ന കണ്ണുകളിൽ നിന്ന് മാറി മറ്റൊരു കണ്ണിലൂടെ നമ്മൾ കാണാൻ തുടങ്ങും. ഈ കുട്ടിയുടെ പിതാവ് നഷ്ടപ്പെട്ടപ്പോൾ ആ പിതാവില്ലാത്ത മകൻ എന്ന ഒരു അനാഥ കുട്ടി എന്ന രീതിയിൽ ആളുകൾ അവനെ കണ്ടു തുടങ്ങുന്നതിൻ്റെ വിഷമമാണ് അവൻ പങ്കുവച്ചത്. സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണോ? അവൻ്റെ ഉപ്പ മരിച്ചു കഴിഞ്ഞു, ആ റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ഉപ്പയില്ലാത്ത അവന് ഇനി ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾക്ക് എന്തെങ്കിലും പ്രതിവിധി ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും അവനെ തൻ്റെ ഇടത്തോടു കൂടെ ജീവിപ്പിക്കാൻ പഠിപ്പിക്കുകയല്ലേ വേണ്ടത്. നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നും പലരും ഇങ്ങനെ പോകുമ്പോഴും പല സംഗതികൾ ഇങ്ങനെ വരുമ്പോഴും അവരുടെ വേദനകളെ, അവരുടെ പ്രയാസങ്ങളെ, അവരുടെ വിഷമങ്ങളെ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് സഹാനുഭൂതിയോടെയാണോ സഹാനുകമ്പയോടെയാണോ? നമ്മൾ പലപ്പോഴും കാണുന്നത് സഹാനുകമ്പയോടെയാണ്, അതായത് അയ്യോ പാവം എന്ന മനോഭാവത്തോടെ. പകരം അതെനിക്കായിരുന്നെങ്കിൽ ഞാൻ എത്രത്തോളം മനോപ്രയാസം അനുഭവിക്കുന്നുള്ളതും ഞാൻ എന്തൊക്കെയാണ് അതിന് നേരിടേണ്ടതെന്നും അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചിന്തയോടുകൂടെ ആ വിഷമത്തെ നോക്കിക്കാണുകയും അതനുസരിച്ച് അവരോട് ആക്ഷൻ മോഡിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിത്വത്തെ നമ്മൾ നല്ല സ്വഭാവത്തിനുടമ എന്നോ ഏറ്റവും നല്ല മനുഷ്യനാണ് എന്നോ വിലയിരുത്തും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എമ്പതിയാണ്. സിമ്പതിയെ നമുക്ക് മാറ്റി നിർത്താം, എമ്പതിയുള്ളവരായി തീരുകയും ചെയ്യാം. നിങ്ങൾ റെഡിയാണോ അതിന്?